ഹലോ ഗേൾസ്, എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ ഞങ്ങൾക്ക് കഴിക്കാനായിട്ട് ഞാൻ ഉണ്ടാക്കിയത് ദോശയാണ്. അപ്പോൾ ദോശ ഇന്നലെ അരച്ച് വെച്ചു. രാവിലെ ആയപ്പോഴത്തേനും നല്ല പൊങ്ങി നല്ല വന്നു കേട്ടോ, നല്ലപോലെ പൊങ്ങി വന്നു. അതുകൊണ്ട് തന്നെ ദോശ നല്ല സോഫ്റ്റായിരുന്നു. അപ്പം അങ്ങനെ ഈ മാവൊക്കെ ചിലപ്പം പൊങ്ങി വരാതൊക്കെ ഇരിക്കുമല്ലോ, നമുക്ക് ചിലപ്പം ദോശ കട്ടിയൊക്കെ ആയിട്ടിരിക്കുമല്ലോ. അങ്ങനെയുള്ളവർക്ക് ഞാൻ ചെറിയൊരു ഇത് പറഞ്ഞു തരാവേ. ശരിക്കും എനിക്കും അറിയത്തില്ലായിരുന്നു. ഞാൻ എങ്ങനെയാണെന്നറിയോ, ഈ മാവ് അരച്ചിട്ട് ഒരു പാത്രത്തിൽ വെച്ചിട്ട് നല്ല അടച്ച് വെക്കും. അതായത് അടപ്പുറപ്പുള്ള, നമുക്ക് തുറക്കാൻ ഇച്ചിരി പാടൊക്കെ പെടുന്ന ടൈപ്പ് അടപ്പില്ല, ആ അടപ്പിലങ്ങ് അടച്ച് വെച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇച്ചിരി കൂടെ നല്ലപോലെ പൊങ്ങി വരുമെന്ന് തോന്നുന്നു മാവ്. അങ്ങനെ ചെയ്ത് നോക്കുക കേട്ടോ, അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയോളൂ. അങ്ങനെ ഞാൻ ദോശ ഉണ്ടാക്കി, അതിന് നെയ്യൊക്കെ ഒഴിച്ചിട്ടാട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നല്ല മൊരിഞ്ഞ് വരും. അങ്ങനെ എനിക്ക് 2 ദോശ ഉണ്ടാക്കി ഞാൻ. അപ്പോൾ ഓൾറെഡി ഒരെണ്ണം ഉണ്ടാക്കി വെച്ചു. നമ്മൾ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് കേട്ടോ, ദോശ ഇത്തിരി കൂടെ പെർഫെക്റ്റായിട്ട്, അല്ലെങ്കിൽ നമ്മൾ തന്നെത്താനൊക്കെ ഉണ്ടാക്കുവാണെങ്കിൽ ഇത്തിരി കൂടെ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടും. നല്ല മസാല ദോശ പോലെയൊക്കെ നല്ലതായിട്ട് കിട്ടും. അങ്ങനെ എനിക്കുണ്ടാക്കി. അപ്പം ഞാൻ ഇത് മോന് വേണ്ടിയിട്ടുണ്ടാക്കിയ ദോശയാണ്. അവനിങ്ങനെ മിക്കി മൗസിൻ്റെ തലയൊക്കെ ഉണ്ടാക്കി കൊടുത്ത് വെച്ച് വിടുമ്പോൾ അവന് സന്തോഷമാണ്. സ്കൂളിൽ കൊണ്ടുപോകുമ്പോഴും അവന് ഇഷ്ടമാണ് കൂട്ടുകാരെയൊക്കെ കാണിക്കാനും. അങ്ങനെ നല്ല സോഫ്റ്റായിട്ട് വന്നായിരുന്നു ദോശ. അങ്ങനെ ഞാൻ അവനുണ്ടാക്കി അത് കൊടുത്തു വിട്ടു. അവനെന്നെ സ്കൂളിൽ പോയി കഴിക്കും. അവനെ ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടും ഉണ്ട് കേട്ടോ. അങ്ങനെ അവനെ സ്കൂളിൽ വിട്ടു. പിന്നെ ഞാൻ വന്നിട്ട് ദോശ ഉണ്ടാക്കി എനിക്ക് കഴിക്കാനായിട്ടെടുത്തു. അപ്പം ദോശയും ഈ വെജിറ്റബിൾ കറിയും കൂടെ നല്ല കോംബോയാണ്. കാരണം നമുക്കെല്ലാവർക്കും അറിയാം, ചമ്മന്തിയോ സാമ്പാറോ അല്ലെങ്കിൽ മസാലയൊക്കെ വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ ദോശ കഴിക്കുന്നത് അല്ലേ. പക്ഷേ ഈ വെജിറ്റബിൾ കറി ഗൈസ് അടിപൊളി രുചിയായിരുന്നു. വെജിറ്റബിൾസും പിന്നെ നമ്മൾ ഗ്രീൻ പീസൊക്കെ ഇട്ടിട്ട് തേങ്ങ അരച്ച് വെച്ച കറിയാണ്. നല്ല രുചിയുണ്ടായിരുന്നു. എന്നിട്ട് ഞാനത് കഴിച്ചു. സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ഉണ്ടാക്കി നോക്കിയിട്ടില്ല, ഇത് രണ്ടും കൂടെ കഴിച്ചിട്ടില്ല എന്നുള്ളവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിക്കോളൂ. നിങ്ങൾക്കൊക്കെ ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. എനിക്കൊത്തിരി ഇഷ്ടപ്പെട്ടു. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ, ബായ്.